രുക്മിണിക്ക് സഹോദരനെ വലിയ ഇഷ്ടമാണ്. സഹോദരൻ ഇങ്ങടും ഈ രാമകൃഷ്ണന്മാരെയാണ് പിടിക്കാത്തതേ. ഏട്ടനെ കൃഷ്ണൻ ഇപ്പം കൊല്ലുന്നു വന്നപ്പോഴോ രുക്മിണി ഉടനെ കൃഷ്ണൻ്റെ കാൽക്ക വീണു. ഭഗവാനെ അരുത്, കൊല്ലരുതേ ഭഗവാനെ, മനസ്താപം ഉണ്ടാക്കരുതേന്ന്. ഭഗവാൻ ആരെയും കൊല്ലണമെന്നില്ലല്ലോ, ഈ ദുരഹങ്കാരികളുടെ അഹങ്കാരത്തെ തീർത്തു തുറക്കണമെന്നല്ലേ ഉള്ളൂ. കൊന്നില്ല, പക്ഷെ കൊന്നതിനേക്കാളും അപകടമാക്കി. തല പാതി, മീശ പാതി, താടിയൊക്കെ പാതി വടിച്ച് വിരൂപനാക്കി കയ്യും കാലും കൂട്ടിക്കെട്ടി ആ തീർത്തട്ടിൽ രുക്മിണിയുടെ അടുത്ത് തന്നെ ഇട്ടു. രുക്മിണിക്ക് ഇതിനേക്കാളും സങ്കടമായി. എൻ്റെ ഏട്ടനെ ഇങ്ങനെ അപമാനിച്ചു, ഭർത്താവ് ഏട്ടനെ അപമാനിച്ചേക്കണതേ. കുടുംബകലഹം ഉണ്ടാവാൻ ഇന്ന് അധികം എന്തെങ്കിലും വേണോ? സ്നേഹമൊക്കെ സ്വാർത്ഥം വരുമ്പോൾ പോലേ. രുക്മിണി ആകെ വിഷണ്ണേ. രുക്മിണിക്കൊന്നും പറയാൻ നിർത്തിയില്ലല്ലോ. ക്ഷത്രിയാണാം അയം ധർമ്മ, ഇത് ക്ഷത്രിയ ധർമ്മമാണ്. മണ്ണിൻ്റെ പേരിലും പൊന്നിൻ്റെ പേരിലും പെണ്ണിൻ്റെ പേരിലും ഇതിലേതിലൊക്കെ പേരിലാണ് കലഹം ഉണ്ടാവുക, യുദ്ധം ഉണ്ടാവുക. യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏട്ടനില്ല, അച്ഛനില്ല, അമ്മയില്ല, ബന്ധുവില്ല, സുഹൃത്തില്ല. മനസ്സിലായോ? ആ യുദ്ധക്കളത്തിൽ ശത്രുവാണ്. അതുകൊണ്ട് നിൻ്റെ സഹോദരനെ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് കൃഷ്ണനോടൊരു പരിഭവം തോന്നണ്ടാട്ടോ കുട്ടി എന്ന് മാത്രമല്ല, അവിടെ ബലരാമസ്വാമി ആ രുക്മിണിക്ക് കൃഷ്ണതത്വം പറഞ്ഞു കൊടുക്കുക.